ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി മട്ടർ പനീറാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് താമസിക്കാതെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ മട്ടർ പനീർ റെഡിയാക്കാൻ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ ഇരിക്കുന്നത്. ഇപ്പോൾ ഓയിൽ നല്ലോണം ചൂടായപ്പോൾ ഞാനിതിലേക്ക് ഒരു മീഡിയം സവാള റഫ്ലി ചോപ്പ് ചെയ്താണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 2 പച്ചമുളക്, ഒരു 4 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി റഫ്ലി ചോപ്പ് ചെയ്താണ് കേട്ടോ. അതും കൂടി ആഡ് ചെയ്തതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമുക്ക് സവാള ഒരുപാട് ബ്രൗൺ കളറൊന്നും ആവണ്ട, ജസ്റ്റ് ഒന്ന് ട്രാൻസ്ലൂസൻ്റ് ആയാൽ മതിയാവും. ഇപ്പോൾ നമ്മുടെ സവാള റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 2 മീഡിയം സൈസ് തക്കാളി ചോപ്പ് ചെയ്തതാണ് കേട്ടോ. അതും കൂടി ആഡ് ചെയ്തതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഉപ്പ് എല്ലാവരും അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് ആഡ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഞാനിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ 4 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ അതാ ഒരു 4 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ സവാളയും തക്കാളിയൊക്കെ നല്ലോണം വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാണ് കേട്ടോ. ഇനി ഇത് നല്ലോണം ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ട് നല്ലോണം ഒന്ന് ഫൈനായിട്ട് അടിച്ചെടുക്കുകയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇനി ഒരു കടായിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഓയിൽ നല്ലോണം ചൂടായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ജീരകം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ജീരകം നല്ലോണം പൊട്ടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ മുളക് പൊടി ആഡ് ചെയ്തതിന് ശേഷം പെട്ടെന്ന് തന്നെ നമ്മൾ അടിച്ച് വെച്ചിരിക്കുന്ന പ്യൂരി ആഡ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ മുളക് പൊടി കത്തിപ്പോകാനുള്ള ചാൻസസ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂണോളം മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല. ഇനി നമുക്ക് ഈ പൊടികളൊക്കെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 4 മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. ഇപ്പോൾ ഒരു 4 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ പ്യൂരിയിൽ നിന്ന് വെള്ളത്തിൻ്റെ കണ്ടൻറ്റൊക്കെ നല്ലോണം കുറഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. നല്ലോണം ഒന്ന് പതുക്കെ ഒന്ന് ഡ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് നല്ലോണം മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മുടെ ഈ മസാലയുടെ കളറൊക്കെ നല്ലോണം ഒന്ന് ചേഞ്ചായി വരും, നല്ലൊരു ബ്രൗൺ കളറിൽ ആയി വരികയും ചെയ്യും. അതുപോലെ തന്നെ അതിൽ നിന്ന് ഓയിൽ പുറത്തേക്ക് വരാൻ തുടങ്ങും കേട്ടോ. ആ ഒരു ടൈം ആകുന്ന വരെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഒരു 7 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ മസാല നല്ല ബ്രൗൺ കളറായി എണ്ണയൊക്കെ സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 200 ഗ്രാം പനീറാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ ഫ്രോസൺ പനീറാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു 1/4 കപ്പോളം മട്ടറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഞാനിവിടെ ഫ്രോസൺ പനീർ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് രണ്ടും കൂടി ഒരുമിച്ച് ആഡ് ചെയ്തത്. നിങ്ങൾ ഫ്രോസൺ പനീർ അല്ല യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആദ്യം പനീർ ആഡ് ചെയ്തതിന് ശേഷം ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ട് മട്ടർ ആഡ് ചെയ്താൽ മതിയാവും. അതിനുശേഷം ഞാനിതിലേക്ക് 1 കപ്പോളം ചൂടുവെള്ളമാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ചൂടുവെള്ളം വേണം ആഡ് ചെയ്ത് കൊടുക്കാൻ, പച്ചവെള്ളം ആഡ് ചെയ്യരുത്. അതിനുശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഞാനിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യണേ. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മസാലയിൽ നിന്നൊക്കെ ഓയിലൊക്കെ നല്ലോണം സെപ്പറേറ്റ് ആയിട്ട് മുകളിൽ വന്ന് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ പനീറും മട്ടറൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കറി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഫൈനലായിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആൻഡ് ഈസി ആയിട്ടുള്ള മട്ടർ പനീർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ, എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്